ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ അഥവാ ഒരു മിഡ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കൂ. ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി എന്ന് നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ദെൻ ആക്ടിവിറ്റി 2 to 7 അറ്റംപ്റ്റ് എനി ഫോർ ഈച്ച് 5 മാർക്സ്. ഓരോന്നിനും 5 മാർക്ക് വീതം അല്ലേ. 2 മുതൽ 7 എണ്ണത്തിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 5 മാർക്ക് വീതം. ദെൻ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ് കൂട്ടുകാരെ? റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണല്ലേ. ഇതുപോലൊരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാമിന് ഫസ്റ്റ് വരിക. ഒന്നുകിൽ നിങ്ങൾ പഠിച്ച സ്റ്റോറിയിൽ നിന്നുള്ള പാസേജോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പാസേജ്, അതായത് പുറത്ത് സ്റ്റോറിയോ അല്ലെ ലേഖനങ്ങളുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു പാസേജ് ഇതുപോലെ നൽകിയിട്ട് അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. ഇതൊരു സ്റ്റോറിയാണ്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഐഷ, എ ഗേൾ ഫ്രം ഈജിപ്റ്റ്, മൂവ് ടു ലണ്ടൻ വിത്ത് ഹെർ ഫാമിലി. ഐഷ, എ ഗേൾ ഫ്രം ഈജിപ്റ്റ്. ഈജിപ്തിലുള്ള ഒരു പെൺകുട്ടിയാണ് ആര്? ഐഷ അല്ലേ. അവൾ എന്ത് ചെയ്യാണ്? മൂവ് ടു ലണ്ടൻ വിത്ത് ഹെർ ഫാമിലി. ദ കോൾഡ് റൈനി വെദർ വാസ് ബിഗ് ചേഞ്ച് ഫ്രം കെയറോസ് സണ്ണി ഡേയ്സ് ആൻഡ് ഷീ മിസ്ഡ് ഹെർ ഫ്രണ്ട്സ്. അറ്റ് സ്കൂൾ ഹെർ ടീച്ചർ encouraged her to share stories about Egyptian festivals like Eid. ഐഷ അപ്പം എന്താണ്? അവൾ പുതിയ സ്കൂളിലേക്കാണല്ലോ അങ്ങനെ ചേരുന്നത്. അറ്റ് സ്കൂൾ ഹെർ ടീച്ചർ എൻഗേജ്ഡ് ഹിയർ ടു ഷെയർ സ്റ്റോറീസ് അബൌട്ട് ഈജിപ്ഷ്യൻ ഫെസ്റ്റിവൽ ലൈക്ക് ഈദ്. ഈജിപ്ഷ്യൻ ഫെസ്റ്റിവൽ ലൈക്ക് ഈദായ അതുപോലുള്ള സ്റ്റോറീസൊക്കെ ആര് നമ്മൾ ഷെയർ ചെയ്യാൻ പറയുകയാണ്? ടീച്ചർ അവളോട് ഷെയർ ചെയ്യാൻ പറയുകയാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടി അവളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഐഷ ജോയിൻഡ് കൾച്ചറൽ ഫെയർ വേർ ഷീ പെർഫോം എ ഡാൻസ് വിത്ത് ക്ലാസ്മേറ്റ്സ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. അപ്പോൾ അങ്ങനെ ഐഷ എന്ത് ചെയ്യാണ്? അവളൊരു ക്ലാസ്മേറ്റ്സിൻ്റെ ഒപ്പം ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള ക്ലാസ്മേറ്റ്സിൻ്റെ ഒപ്പം കൾച്ചറൽ ഫെയറിൻ്റെ ഡാൻസ് പെർഫോം ചെയ്തു. ദെയർ വൈബ്രൻറ്റ് കോസ്റ്റ്യൂം റിമൈൻഡഡ് ഹെർ ഓഫ് എ സോങ് അബൌട്ട് ദ വേൾഡ്സ് കളേഴ്സ് ആൻഡ് ഷീ ഫെൽറ്റ് അറ്റ് ഹോം സെലിബ്രേറ്റിംഗ് ഡൈവേഴ്സിറ്റി വിത്ത് ന്യൂ ഫ്രണ്ട്സ്. അപ്പോൾ ഒരു സ്റ്റോറിയുടെ ഭാഗമാണല്ലോ കൂട്ടുകാരെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ചാലഞ്ചസ് ഡിഡ് ഐഷ ഫേസ് ആഫ്റ്റർ മൂവിങ് ടു ലണ്ടൻ. ലണ്ടനിലേക്ക് പോയതിന് ശേഷം അവൾക്ക് എന്തൊക്കെ ചാലഞ്ചസ് ആണ്? ചാലഞ്ചസ് മീൻസ് വെല്ലുവിളികളല്ലേ. എന്തൊക്കെ ചാലഞ്ചസ് ആയിരുന്നു? യെസ്, ദ കോൾഡ്, റെയിനി വെദർ ആൻഡ് മിസ്സിങ് ഹെർ ഫ്രണ്ട്സ്. എന്തൊക്കെയാണ്? തണുപ്പ്, അതുപോലെ തന്നെ റെയിനി വെദറും, അതുപോലെ തന്നെ അവൾക്ക് എന്താണ്? അവളുടെ ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്തല്ലേ. അപ്പോൾ ഇതൊക്കെ ചാലഞ്ചസ് ആണ് അവൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ദ കോൾഡ്, റെയിനി വെദർ ആൻഡ് മിസ്സിങ് ഹെർ ഫ്രണ്ട്സ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് ഐഷ ഷെയർ വിത്ത് ഹെർ ക്ലാസ്മേറ്റ്സ്. എന്താണ് ഐഷ അവളുടെ ക്ലാസ്മേറ്റ്സുമായിട്ട് ഷെയർ ചെയ്തത്? എന്തായിരുന്നു? സ്റ്റോറീസ് അബൌട്ട് ഈജിപ്ഷ്യൻ ഫെസ്റ്റിവൽ ലൈക്ക് ഈദ്. ഈജിപ്ഷ്യൻ ഫെസ്റ്റിവൽ പോലുള്ള ഈദ് പോലുള്ള ഈജിപ്ഷ്യൻ ഫെസ്റ്റിവലിൻ്റെ സ്റ്റോറീസാണ് അവർ കൂട്ടുകാരുമായിട്ട് ആയിഷ ഷെയർ ചെയ്തത്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് റിമൈൻഡഡ് ഐഷ ഓഫ് എ സോങ് അക്കോർഡിംഗ് ടു ദ സ്റ്റോറി. എന്താണ്? യെസ്, ദ വൈബ്രൻറ്റ് കോസ്റ്റ്യൂംസ് അറ്റ് ദ കൾച്ചറൽ ഫെയർ അല്ലേ. ദെൻ ഫൈൻഡ് എ വേർഡ് ഇൻ ദ സ്റ്റോറി ദാറ്റ്സ് മീൻ ബ്രൈറ്റ് ഓർ കളർഫുൾ. ബ്രൈറ്റ് ഓർ കളർഫുൾ എന്ന മീനിങ് വരുന്ന വേർഡ് സ്റ്റോറിയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞത്. ഏതാണ്? വൈബ്രൻ്റ് ആണല്ലേ. ആൻസർ എന്താണ്? വൈബ്രൻറ്റ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വൈ ഡിഡ് ഐഷ ഫീൽ അറ്റ് ഹോം അറ്റ് ദ കൾച്ചറൽ ഫെയർ. എന്തുകൊണ്ടാണ്? സെലിബ്രേറ്റിംഗ് ഡൈവേഴ്സിറ്റി വിത്ത് ന്യൂ ഫ്രണ്ട്സ്. ആൻസർ എന്താണ്? സെലിബ്രേറ്റിംഗ് ഡൈവേഴ്സിറ്റി വിത്ത് ന്യൂ ഫ്രണ്ട്സ്. ഓക്കെ, ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി നോക്കിയാലോ കൂട്ടുകാരെ. സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡയറി എൻട്രി ആണല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഇമാജിൻ യു ആർ എ സ്റ്റുഡൻറ്റ് ഹു പെർഫോംഡ് അറ്റ് സ്കൂൾ കൾച്ചറൽ ഫെയർ ഇൻസ്പയർഡ് ബൈ ദ കളേഴ്സ് ഓഫ് ദ എർത്ത്. ദ കളേഴ്സ് ഓഫ് ദ എർത്ത് എന്ന് നമ്മൾ പഠിച്ചൊരു പോയമാണല്ലേ. അപ്പോൾ ആ പോയമിനെ ഇൻസ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ നിങ്ങളുടെ കൾച്ചറൽ ഫെയറിൽ ഒരു പെർഫോമൻസ് ചെയ്യാണ്, ഒരു പെർഫോമൻസ് നടത്തുകയാണ്. ദെൻ റൈറ്റ് എ ഡയറി അബൌട്ട് യുവർ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങളുടെ ഡയറി എൻട്രിയിൽ, അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതിക്കൊണ്ടൊരു ഡയറി എൻട്രി എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദി കളേഴ്സ് ഓഫ് യുവർ കോസ്റ്റ്യൂം. ആ ഡയറിയിൽ എന്തൊക്കെ വേണം? നിങ്ങളുടെ കോസ്റ്റ്യൂമിനെ കുറിച്ചുള്ള, അതായത് നിങ്ങളുടെ വസ്ത്രത്തെക്കുറിച്ചുള്ള ഡിസ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കളേഴ്സൊക്കെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് എഴുതണം. ദെൻ ഹൗ യു ഫെൽറ്റ് ഷെയറിങ് യുവർ കൾച്ചർ. നിങ്ങളുടെ കൾച്ചറൊക്കെ ഷെയർ ചെയ്തപ്പോണ്ടായ നിങ്ങളുടെ ഫീലിങ്സ് അത് എഴുതണം. അതുപോലെ തന്നെ ഹൗ ഇറ്റ് റിമൈൻഡഡ് യു കുഞ്ഞിച്ചിരുത സ്റ്റോറീസ് ഓഫ് അഡ്ജസ്റ്റിംഗ് എ ന്യൂ പ്ലേസ്. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം? റിമൈൻഡ് ചെയ്യണം. കുഞ്ഞിച്ചിരുതയുടെ സ്റ്റോറി നമ്മൾ പഠിച്ചതാണ്
അല്ലേ, അഡ്ജസ്റ്റിംഗ് ഓഫ് ന്യൂ പ്ലേസ്. അവൾ എന്താണ് ആ ന്യൂ പ്ലേസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കുഞ്ഞു ചിരുതയുടെ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഡയറി എൻട്രിയിൽ എഴുതണം. ഓക്കെ, നമുക്ക് നോക്കാം. ഡിയർ ഡയറി, ആൻസറിൻ്റെ ഒരു മോഡൽ ആൻസറാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ വേർഡ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഡയറി എഴുതുക. ഓക്കെ, നമുക്ക് നോക്കാം. ഡിയർ ഡയറി, ടുനൈറ്റ് വാസ് എ മാജിക്കൽ. ഇന്ന് രാത്രി എന്തായിരുന്നു, ഒരു മാജിക്കൽ ആയിരുന്നു, ഒരു മാന്ത്രികമായിരുന്നു അല്ലേ. I performed at a school's cultural fair inspired by the colors of the earth. The colors of the earth inspire ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ സ്കൂൾ കൾച്ചറൽ ഫെയറിൽ പെർഫോം ചെയ്തു. മൈ കോസ്റ്റ്യൂം വാസ് ബ്രൈറ്റ് ഡ്രസ് വിത്ത് ഗോൾഡൻ പാറ്റേൺസ് റിഫ്ലക്റ്റിംഗ് മൈ ഇന്ത്യൻ ഹെറിറ്റേജ്. എന്താണ് അവളുടെ കോസ്റ്റ്യൂം, എന്തായിരുന്നു എന്നാണല്ലേ നെക്സ്റ്റ് എഴുതുന്നത്. അപ്പോൾ എഴുതുകയാണ് മൈ കോസ്റ്റ്യൂം വാസ്, എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുള്ളതായിരുന്നു, ബ്രൈറ്റ് റെഡ് ഡ്രസ് വിത്ത് ഗോൾഡൻ പാറ്റേൺസ് ദ റിഫ്ലക്റ്റിംഗ് മൈ ഇന്ത്യൻ ഹെറിറ്റേജ്. എൻ്റെ ഇന്ത്യൻ ഹെറിറ്റേജിന് റിഫ്ലക്റ്റ് ചെയ്ത് കൊണ്ടിട്ടുള്ള ബ്രൈറ്റ് റെഡ് ഡ്രസ് വിത്ത് ഗോൾഡൻ പാറ്റേൺസ് ഉള്ള ബ്രൈറ്റ് റെഡ് ഡ്രസ്സായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം. ഷെയറിംഗ് മൈ കൾച്ചറൽ ത്രൂ ഡാൻസ് വെർ ഫെൽറ്റിംഗ് അമേസിംഗ്. ഇറ്റ് വാസ് ലൈക്ക് ടെല്ലിംഗ് എ സ്റ്റോറി വിത്തൗട്ട് വേർഡ്സ്. ഐ വാസ് നെർവസ് അറ്റ് ഫസ്റ്റ് എങ്ങനെയാണ്, ഞാൻ വളരെയധികം നെർവസ് ആയിരുന്നു. ബട്ട് ദ ടീയേഴ്സ് ഫ്രം ദ ക്രൗഡ് മെയ്ഡ് മീ ഫീൽ പ്രൗഡ്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ എന്താണ് ആ ക്രൗഡിൽ നിന്ന്, ജനക്കൂട്ടത്തിൽ നിന്ന് ചിയേഴ്സ് ചെയ്തല്ലേ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഞാൻ വളരെയധികം അഭിമാനിതയായി എന്നാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. Okay, then it reminded me of Kunjichiruda's stories about moving to a New Jersey and fighting comfort in sharing her Kerala roads. Like her, I felt connected to everyone through our differences. I can't wait to learn about my friends' cultures. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കൂട്ടുകാരെ, യെസ് ഇതുപോലൊരു ഡയറി എൻട്രി എഴുതി തയ്യാറാക്കുക. ഡയറി എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഇവിടെ താഴെ കൊടുക്കുന്നത്. കൾച്ചറൽ ഡീറ്റെയിൽസ്, കണക്ഷൻ ഓഫ് കുഞ്ഞിച്ചിരുത ആൻഡ് ഗ്രാമറും കൂടി ക്ലിയർ ആയിട്ട് നോക്കണം അല്ലേ. അതായത് നിങ്ങളിപ്പോൾ ഇവിടെ എഴുതുന്നത് എന്താണ്, ഒരു ഡയറി എൻട്രിയാണ്. അപ്പോൾ ആ ഡയറി എൻട്രിയിൽ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടത്, എല്ലാ കാര്യങ്ങളും പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. ഓക്കെ, അതായത് എന്താണ്, കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചല്ലേ നിങ്ങൾ ഈ ഡയറിയിൽ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പാസ്റ്റ് ടെൻസാക്കി എഴുതുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 3 കോൺവെർസേഷൻ അല്ലേ. 2 students inspired by Aisha's stories discuss how they adjusted to their new school, similar to Kunjichiruda's experience in New Jersey. Write a conversation where they share their challenges and how sharing the cultures helped them feel welcomed. അപ്പോൾ എന്താണ്, 2 സ്റ്റുഡൻസിൽ 2 കുട്ടികൾ ഇൻസ്പയർഡ് ബൈ ഐഷ സ്റ്റോറി ഡിസ്കസ് ഹൗ ദേ അഡ്ജസ്റ്റ് ദെയർ ന്യൂ സ്കൂൾ സിമിലർ ടു കുഞ്ഞിച്ചിരുദാസ് എക്സ്പീരിയൻസ് ഇൻ ന്യൂ ജേഴ്സി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ കുഞ്ഞിച്ചിരുതയുടെ സ്റ്റോറി. യെസ്. റൈറ്റ് എ കോൺവെർസേഷൻ വേർ ദേ ഷെയർ ദി ചാലഞ്ചസ് ആൻഡ് ഹൗ ഷെയറിംഗ് ദ കൾച്ചേഴ്സ് ഹെൽപ്ഡ് ദം ഫീൽ വെൽക്കംഡ്. അപ്പം ആ 2 കുട്ടികൾ തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളോട് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമുക്കൊരു മോഡൽ ആൻസർ നോക്കാം. Student 1. Hi Maya, Aisha's stories about moving to London reminds me when I joined this school. The new rules were so confusing. അപ്പോൾ മായോട് പറയുകയാണല്ലേ. സ്റ്റുഡൻറ്റ് 1 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പം പറയുകയാണ് ഹായ് മായ, ഐഷ സ്റ്റോറി അബൌട്ട് മൂവിങ് ടു ലണ്ടൻ റിമൈൻഡ്സ് മീ വെൻ ഐ ജോയിൻ ദി സ്കൂൾ. ഐഷയുടെ സ്റ്റോറിയില്ലേ, ലണ്ടനിലേക്ക് അവൾ പോയപ്പോൾ അവളുടെ ആ സ്റ്റോറി കേട്ടോക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂളിലല്ലേ, അതായത് ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ദ ന്യൂ റൂൾസ് were so confusing. അതായത് ഈ സ്കൂളിലെ ന്യൂ റൂൾസൊക്കെ എന്തായിരുന്നു, എനിക്ക് വളരെയധികം കൺഫ്യൂസിങ് ആയിരുന്നു. മായ, ഐ നോ റൈറ്റ്. I missed my old friends and found weather here so cold like Kunjichiruda in New Jersey. Student 1 were, yeah, but sharing my Mexican culture in class helped. I talked about our Day of the Dead festival and everyone loved it. അപ്പം മായ പറയാണ് സെയിം ഹിയർ, ഇവിടെ തന്നെ അങ്ങനെ തന്നെയായിരുന്നു. ഐ ഷോ പിക്ചേഴ്സ് ഓഫ് ജപ്പാനീസ് ചെറി ബ്ലോസം. ഞാൻ അവർക്ക് ജപ്പാനീസ് ചെറി ബ്ലോസം കാണിച്ചു കൊടുത്തു. ആൻഡ് ദ ടീച്ചർ വാസ് സോ കൈൻഡ്. ടീച്ചർ എങ്ങനെയായിരുന്നു, വളരെ കൈൻഡ് ആയിരുന്നു, ദയുള്ളവയായിരുന്നു. ഇറ്റ് മെയ്ഡ് മീ ഫീൽ അറ്റ് ഹോം. അപ്പോൾ സ്റ്റുഡൻറ്റ് 1 പറയാൻ എന്താണ്, ഇറ്റ്സ് ലൈക്ക് ഐഷാസ് ഡാൻസ് അറ്റ് ഫെയർ ഷെയറിങ് അവർ സ്റ്റോറീസ് കണക്ട് അസ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് ഇതുപോലൊരു കോൺവെർസേഷൻ തയ്യാറാക്കുക. അപ്പോൾ ഇത് 2 കുട്ടികൾ തമ്മിൽ ഐഷയുടെ സ്റ്റോറിയൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, അപ്പോൾ അതിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടുള്ളൊരു കോൺവെർസേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു പോലൊരു കോൺവെർസേഷൻ എഴുതുക.
ഓക്കെ, ദെൻ ആക്ടിവിറ്റി 4 നോക്കാം. നമുക്ക് റിപ്ലൈ ഇമെയിൽ ആണ് അല്ലേ. ഇമെയിലൊക്കെ എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. യു റിസീവ്ഡ് ആൻ ഇമെയിൽ ഫ്രം എ ഫ്രണ്ട് ഇൻവൈറ്റ് യു ടു കളേഴ്സ് ഓഫ് ദ എർത്ത് ഫെസ്റ്റിവൽ അറ്റ് സ്കൂൾ വേർ സ്റ്റുഡൻസ് വിൽ ഷെയർ ദെയർ കൾച്ചേഴ്സ് ത്രൂ പെർഫോമൻസ്. ഡ്രാഫ്റ്റ് എ റിപ്ലൈ ഇമെയിൽ എക്സ്പ്രസിംഗ് യുവർ എക്സൈറ്റ്മെൻറ്റ് മെൻഷനിങ് കൾച്ചറൽ ആക്ടിവിറ്റി യു വിൽ കോൺട്രിബ്യൂട്ട്. എക്സാമ്പിൾ ഡാൻസ് ഓർ സ്റ്റോറി. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനും കൂടി ആ കാര്യങ്ങളും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ്, മെൻഷൻ ചെയ്യണം. ദെൻ ഹൗ ഇറ്റ് കണക്ട്സ് ദ സോങ്സ് മെസ്സേജ് ഓഫ് ഡൈവേഴ്സിറ്റി. അപ്പോൾ ഒരു റിപ്ലൈ ഇമെയിലിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇമെയിൽ എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? യെസ്, ഫ്രം എഴുതണം അല്ലേ. ഫ്രം അഡ്രസ് എന്ത് എഴുതാം? student@email.com. ദെൻ ടു ഫ്രണ്ട്, ദെൻ ഇതുപോലെ എഴുതുക. ദെൻ ഡിയർ ഫ്രണ്ട് എഴുതാം അല്ലേ. നെക്സ്റ്റ് ഡിയർ ഫ്രണ്ട്, ഐ ആം ത്രിൽ അബൌട്ട് ദ കളേഴ്സ് ഓഫ് എർത്ത് ഫെസ്റ്റിവൽ. ഞാൻ വളരെയധികം ത്രില്ലിലാണല്ലേ. ഐ കാൺ വെയിറ്റ് ടു ജോയിൻ ആൻഡ് ഷെയർ എ ട്രഡീഷണൽ ഇന്ത്യൻ ഫോക്ക് ടെയിൽ ത്രൂ സ്റ്റോറീസ് ടെല്ലിംഗ്. ഇറ്റ്സ് എ സ്റ്റോറി അബൌട്ട് യൂണിറ്റി. ഇത് എന്തിനെ കുറിച്ചുള്ള സ്റ്റോറിയാണ്? യൂണിറ്റി അല്ലേ. വിച്ച് fits perfectly with the song's message of celebrating diverse culture like colors in nature. I am excited to see everyone's performance and feel the joy of our differences coming together. Thanks for inviting me. Bears your name. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലൊരു റിപ്ലൈ ഇമെയിൽ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 5 മാർക്ക്, അതായത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ 5 മാർക്ക് കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം? യെസ്, ഒരു ഇമെയിലിൻ്റെ ഫോർമാറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എക്സൈറ്റ്മെൻറ്റ്, നിങ്ങൾ ആ എക്സൈറ്റ്മെൻറ്റും കൂടി ഇതിൽ എഴുതണം അല്ലേ. അതുപോലെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റി, കണക്ഷൻ ടു സോങ് ആൻഡ് ഗ്രാമറും കൂടി ശരിയായിട്ട്, അതായത് സെൻറ്റൻസുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഗ്രാമറൊക്കെ നോക്കി എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 5 മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Okay, the next question നോക്കാം. Activity 5, newspaper report. Question, write a newspaper report for the school new shelter about welcome event for new students like Kunnichirudha who shared stories of their home countries. Highlight the activities such as storytelling and cultural display and how they helped students feel at home. അപ്പോൾ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള നമ്മളോടൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഹെഡിങ് കൊടുക്കാം. വെൽക്കം ഇവന്റ് വാംസ് ഹേർഡ്സ് അറ്റ് സ്പ്രിംഗ്ഫീൽഡ് സ്കൂൾ. ഓക്കെ, ഇതിനെ എഴുതാം. സ്പ്രിംഗ്ഫീൽഡ് സ്കൂൾ ഹോസ്റ്റഡ് എ വൈബ്രന്റ് വെൽക്കം ഇവന്റ് ഫോർ ന്യൂ സ്റ്റുഡൻസ് ഓൺ July 10, 2025 ഇൻസ്പയർഡ് ബൈ സ്റ്റോറീസ് ലൈക്ക് കുഞ്ഞിച്ചിരുദാസ് ജേർണി ഫ്രം കേരള. The event features storytelling sessions where students shared tales from their home countries including Egypt, Mexico and Italy. Then cultural displays showcase traditional dresses and crafts, creating a colorful celebration of diversity. Sharing my story made me feel welcome, said one student. The event, filled with music and laughter, helped new students feel at home, fostering friendship across cultures. അപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൂട്ടുകാരെ നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നോക്കേണ്ടത്? യെസ്, റിപ്പോർട്ട് സ്ട്രക്ചർ വേണമല്ലേ. അതുപോലെ തന്നെ നടന്ന ഇവൻറ്റ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ എഴുതണം. ദെൻ കൾച്ചറൽ ഫോക്കസ് ആൻഡ് ക്ലാരിറ്റി. എഴുതുന്ന കാര്യങ്ങൾക്ക് എന്തൊരു ക്ലാരിറ്റിയും കൂടി വേണമല്ലേ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 6 നോക്കാം. എഡിറ്റിംഗ് ആണല്ലേ. ക്വസ്റ്റ്യൻ, റീഡ് ദ പാസേജ് ആൻഡ് എഡിറ്റ് ദ അണ്ടർലൈൻ വേർഡ്സ്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആയിഷ ഷെയർ സ്റ്റോറീസ് അബൌട്ട് ഈജിപ്ഷ്യൻ ഫെസ്റ്റിവൽ വിത്ത് ഹെർ ക്ലാസ്മേറ്റ്സ്. ഷീ ഫീൽ നെർവസ് അറ്റ് ഫസ്റ്റ്. ഹെർ ടീച്ചർ എൻകറേജ് ഹെർ ടു ജോയിൻ ദ കൾച്ചറൽ ഫെയർ. ദ ഇവന്റ് ഈസ് ഫുൾ ഓഫ് music and dance. Aisha meet new friends who shares their cultures too. അപ്പോൾ ഇതിൽ കുറേ മിസ്റ്റേക്ക് ഉള്ളത് അല്ലേ. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് നോക്കൂ, ഷെയർ. അവിടെ ഐഷ ഷെയേഴ്സ് എന്നാണല്ലേ വരേണ്ടത്. ഐഷ ഷെയേഴ്സ് സ്റ്റോറി അബൌട്ട് ഈജിപ്ഷ്യൻ ഫെസ്റ്റിവൽ വിത്ത് ഹെർ ക്ലാസ്മേറ്റ്സ്. ദെൻ ബി നോക്കൂ, ഫീൽ നെർവസ് ആണല്ലേ. അവിടെ എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ് വരേണ്ടത്. അവൾക്ക് നെർവസ് തോന്നി എന്നല്ലേ. അപ്പോൾ എന്താണ്? ഫെൽറ്റ് ആണ് അവിടെ വരേണ്ടത്. ഫീലിൻ്റെ സെക്കൻഡ് ഫോമാണ് ഏത്? ഫെൽറ്റ് അല്ലേ. ഫീൽ, ഫെൽറ്റ്. ഓക്കെ, ദെൻ ഹി ടീച്ചർ എൻകറേജ് ഹെർ. അവിടെ എൻകറേജ്ഡ് എന്നാണ് അല്ലേ. എൻകറേജ് ചെയ്തു, അതായത് പ്രോത്സാഹിപ്പിച്ചു. അവിടെ എന്താണ്? സെക്കൻഡ് ഫോമാണ് വരേണ്ടത്, എൻകറേജ്ഡ്. ദെൻ ദ ഇവന്റ് ഈസ് ഫുൾ ഓഫ് മ്യൂസിക് ആൻഡ്
ഡാൻസ്. ഇവൻ ഈസ് ആണോ അവിടെ വരേണ്ടത്? അല്ല, വോസ് ആണ് അല്ലേ. ഈസിന് പകരം എന്താണ് അവിടെ വരേണ്ടത്? വോസ്. ദെൻ ഐഷ മീറ്റ്. മീറ്റ് എന്നതിന് പകരം മീറ്റിൻ്റെ സെക്കൻഡ് ഫോം ഏതാണ്? യെസ്, മെറ്റ്. മെറ്റ്. ഓക്കെ, മീറ്റിൻ്റെ സെക്കൻഡ് ഫോം എന്ന് പറയുന്നത് മെറ്റ്. ദെൻ ഷെയേഴ്സ്. അവിടെ എന്ത് വേണ്ടുള്ളൂ? ഷെയേഴ്സ് എന്ന് വേണ്ട. എന്താ വേണ്ടത്? ഷെയർ. ഓക്കെ, അവിടെ എന്താ വരേണ്ടത്? ഷെയർ. അവിടെ ശരിയായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എ ഷെയർ, ഷെയേഴ്സ്. ദെൻ ബി ഫീൽ, ഫെൽറ്റ്. ദെൻ ഇ എൻകറേജ് എന്നുള്ളത് എൻകറേജ്ഡ്. ദെൻ ഡി ഈസ്, വാസ്. ദെൻ ഇ മീറ്റ്, മെറ്റാണ് വരേണ്ടത്. ദെൻ എഫ് ഷെയർസ്, ഷെയർ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. തോട്ട്സ് ആണ് അല്ലേ. ഓക്കെ, ദെൻ ഇമാജിൻ യു ആർ ആയിഷ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇമാജിൻ ചെയ്യുക നിങ്ങൾ ആയിഷയാണ്. ദെൻ എന്താണ്? റിഫ്ലക്റ്റിംഗ് ഓൺ യുവർ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ക്ലാസ്മേറ്റ്സ് ഹു ഷെയർഡ് ദെയർ കൾച്ചേഴ്സ് ഇൻസ്പയർഡ് ബൈ ആൻറ്റോണിയേറ്റോസ് ഇമെയിൽസ് വിത്ത് കുഞ്ഞിച്ചിരുത. Prepare your thoughts considering will you think about your friends' cultural stories? Will you feel happy about sharing your Egyptian heritage? How does the song The Colors of the Earth relate to your friends? Will you feel motivated to connect with more classmates? അപ്പം നമുക്ക് തോട്ട്സിൻ്റെ ഒരു മോഡൽ നോക്കാം. ഓക്കെ, നമുക്കൊരു മോഡൽ നോക്കാം. ഐ കാൺറ്റ് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് മൈ ഫ്രണ്ട്സ് സ്റ്റോറീസ് ഓഫ് ഇറ്റാലിയൻ ഫെസ്റ്റിവൽ. സോ കളർഫുൾ ആൻഡ് എക്സൈറ്റിംഗ്, ഷെയറിംഗ് മൈ ഈജിപ്ഷ്യൻ ഹെറിറ്റേജ് ലൈക്ക് ഈച്ച് സെലിബ്രേഷൻ ആൻഡ് മെയ്ഡ് മീ സോ ഹാപ്പി. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ബ്രിങ്ങിങ് എ പീസ് ഓഫ് കാരോൾ ഓർ ടു ലണ്ടൻ. ദ സോങ് ദ കളേഴ്സ് ഓഫ് ദ എർത്ത് റിമൈൻഡ് മീ ഓഫ് അവർ ഫ്രണ്ട്ഷിപ്പ് ലൈക്ക് ഹൗ ഡിഫറെൻറ്റ് കളേഴ്സ് ബ്ലെൻഡ് മേക്ക് ദ വേൾഡ് ബ്യൂട്ടിഫുൾ. ഐ ആം സോ മോട്ടിവേറ്റഡ് ടു കണക്ട് വിത്ത് മോർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ലേൺ അബൌട്ട് ദെയർ കൾച്ചേഴ്സ്. ഇറ്റ്സ് ലൈക്ക് ആഡിങ് മോർ കളേഴ്സ് ടു മൈ ലൈഫ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്, ഇതുപോലെ തോട്ട്സ് എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഇമാജിനേഷൻ അനുസരിച്ച് തോട്ട്സ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.